ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ലൈഫ് ടൈം ഒരു തിയേറ്റർ മൊത്തമായിട്ട് എടുത്ത് ഒരു ടീസർ ഫാൻ ഷോ നടത്തുന്ന പറഞ്ഞാൽ അതൊക്കെ ആ ഒരു കാലിബർ ആ ഒരു പവറും ലാലേട്ടൻ ഫാൻസിന് മാത്രമേ ഉള്ളൂ. ഇങ്ങനെയൊന്നും വേറെ ഒരു നടൻ്റെ ഒരിക്കലും സംഭവിക്കില്ല. അത് എന്തോ പറയാ 2005 അന്ന് കാണാൻ പറ്റില്ല, ഇന്ന് കാണാൻ പറ്റുമോ? രക്ഷയില്ലെന്ന് ലാലേട്ടൻ നമിച്ചു. ലാലേട്ടൻ പറഞ്ഞ ചങ്ക് ഉയരല്ലേ, പിന്നെ ലാലേട്ടൻ പറഞ്ഞ വേറെ രക്ഷയില്ല. വരുന്ന തുടരും എമ്പുരാനിലൂടെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലാലേട്ടൻ ആ ഒരു പഴയ ഒരു എവർഗ്രീൻ ആ ഒരു മികവ് പുറത്തു വരുമെന്ന്. സത്യം സങ്കടമുണ്ട് ഇപ്പം. ലൈഫ് ടൈം തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. ലൈഫ് ടൈം പൂരപ്പുറം ബാക്കി ആ പാട്ടും ആ ക്ലൈമാക്സും എല്ലാം ഒന്നും പറയാനില്ല. എക്സ്പീരിയൻസ് കിടില. നരമ്പോൾ ഒരു പടം വീണ്ടും കാണാൻ പറ്റിയത് നമ്മളെ തലമുറയ്ക്ക് ഭയങ്കര ഭാഗ്യമായിട്ടാണ്. സൂപ്പർ, ഭയങ്കര ആഗ്രഹമായിരുന്നു തിയേറ്ററിൽ കാണുന്നു, അത് ഇപ്പോൾ സക്സസ് ആയി. ശരി, സൂപ്പർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്ന് നമ്മുടെ ലാലേട്ടനെ സത്യം സങ്കടമുണ്ട് ഇപ്പം. ഇതൊക്കെയല്ലേ വരേണ്ടത്. ഇത് നരസിംഹം ഇതൊക്കെ നമ്മൾ ലാലേട്ടൻ്റെ ഊർജ്ജം തന്നെ ഇതൊക്കെയാണ്. അടിപൊളിയാണ്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ആവശ്യമുണ്ടായിരുന്നു, നല്ല ആവശ്യമുണ്ടായി. ഒരു പുതിയ പടം ഇറങ്ങുന്നതിൻ്റെ ആവശ്യമുണ്ടായിരുന്നു. റൊമാൻസൊക്കെ അടിച്ച് നൈസ് ബ്രോ. പടം ഇറങ്ങിയിട്ട് 20 വർഷമായി. അതിൻ്റെ ഒരു ഇതുണ്ട്, ഓളം ഉണ്ട് ബ്രോ. അത് അതേ ഫ്രഷ്നെസ് ഇപ്പോഴും ഉണ്ട് ബ്രോ. നൈസ് ഓളം, പാട്ടായാലും ഓരോ സീനായാലും വേറെ ലെവൽ ബ്രോ. ഒന്നും പറയാനില്ല, ഫുൾ എൻജോയ്മെന്റ് ആയിരുന്നു. നൈസായിരുന്നു. എന്തോ പറയാ 2005 അന്ന് കാണാൻ പറ്റില്ല, ഇന്ന് കാണാൻ പറ്റുമോ? രക്ഷയില്ല. എന്തോന്ന് പറയാം, ലാലേട്ടൻ ഒരു രക്ഷയില്ല. ലാലേട്ടൻ നമിച്ചു. ഞാൻ 2005 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ സിനിമ കാണുന്നത്. അന്ന് കണ്ട് അതേ ഒരു ഫീൽ ഞാൻ ഇപ്പോഴും കിട്ടി. കാര്യം ഈ സിനിമ അങ്ങനത്തെ ഒരു മാജിക്കാണ്. എപ്പോഴും കണ്ടാലും നമുക്ക് ഫസ്റ്റ് കാണുന്ന അതൊരു ഫ്രഷ്നെസ് കിട്ടും. ലാലേട്ടൻ്റെ ആ ക്യാരക്ടർ അത് അത്രയും നല്ല രീതിയിൽ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട്. ലാലേട്ടൻ നമ്മളെ ഫാനല്ലേ, പിന്നെ എന്നെ അല്ലെങ്കിൽ എന്ത് കാണാൻ തരിക, നമ്മൾ കണ്ടോട്ട് അത് പക്കയല്ലേ, സൂപ്പർ, അടിപൊളി. നല്ല എക്സ്പീരിയൻസ് ആണ്. പിന്നെ പഴയ ലാലേട്ടൻ ഒന്നുകൂടെ കാണാൻ പറ്റി. ലാലേട്ടൻ പറഞ്ഞ ചങ്ക് ഉയരല്ലേ, പിന്നെ ലാലേട്ടൻ പറഞ്ഞ വേറെ രക്ഷയില്ല. ഞാനെന്ന് പറഞ്ഞ ഫാൻ എന്നെയാണ്. പക്ഷേ അടിപൊളി, അടിപൊളിയായിരുന്നു. വളരെ അടിപൊളിയല്ലേ. ഞാൻ പറയേണ്ട ആവശ്യമില്ല, എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. എല്ലാവരും കണ്ട് എത്ര വേണമെങ്കിലും കാണാം, ഇനിയും കാണാം. അടിപൊളി പടം, അടിപൊളിയാണ്. എനിക്ക് നാട്ടിലല്ല, ഞാൻ മാൽദീവ്സിലാണ് വർക്ക് ചെയ്യണം. പക്ഷേ ഈ വന്നപ്പോൾ ഈ ഒരു റീ റിലീസ് കണ്ടപ്പോൾ പഴയ ഒരു ലാലേട്ടൻ്റെ ആ ഒരു ഫാൻ ഷോ പടമൊക്കെ കാണുന്ന ഒരു വൈബ് കിട്ടിയായിരുന്നു. ഇനി ഇങ്ങനത്തെ റീ റിലീസുകൾ ലാലേട്ടൻ്റെ എവർഗ്രീൻ ഹിറ്റുകൾ വരണം. ഇനി അടുത്ത എമ്പുരാന് വേണ്ടി വെയിറ്റിംഗ് ആണ്, തുടരും ഒക്കെ. അങ്ങനെ ഒരു അടിപൊളി ഫാൻ ഷോ ആയിരുന്നു, നല്ലൊരു എക്സ്പീരിയൻസ്. തീർച്ചയായിട്ടും അതിനി വരുന്ന തുടരും എമ്പുരാനിലൂടെയൊക്കെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് ലാലേട്ടനെ ആ ഒരു പഴയ ഒരു എവർഗ്രീൻ ആ ഒരു മികവ് പുറത്ത് വരുമെന്ന് തന്നെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനായിട്ടുള്ള കാത്തിരിപ്പാണ് ഇനിയുള്ളത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. 4K നല്ല രീതിയിൽ എടുത്തിട്ടുണ്ട്. ആദ്യം അന്നും കണ്ടു, അന്ന് ഫസ്റ്റ് ഡേ കണ്ടു. ഇപ്പോഴും ലാലേട്ടൻ്റെ ആരാധനാണല്ലോ. നല്ല 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 സൂപ്പറായി എടുത്തിട്ടുണ്ട് പടം. അടിപൊളി, അടിച്ചുപൊളിച്ച്. സിനിമ നന്നായിരുന്നു, നല്ല സിനിമയായിരുന്നു. ഒന്നാമത് നരൻ എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് ആ ഒരു റോ ഉണ്ടല്ലോ, ആ ഒരു റഷ് ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അത് എന്താണ് ബിഗ് സ്ക്രീനിൽ അത് കാണുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു അടിയിൽ റഷ് അത് വേറെ. പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പ്രത്യേകിച്ച് ഇതിൽ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ എല്ലാത്തിനെക്കാട്ടിലും ഇതിൻ്റെ മേലെ എന്ന് പറഞ്ഞാൽ ലാലേട്ടൻ ഫാൻസ് എന്ന് പറയുന്ന ആ ഒരു ഒത്തൊരുമ, അതേപോലെ തന്നെ ആ ഒരു ഐക്യം. അത് ഇന്ന് വൈകിട്ട് ഇനി അടുത്ത് എമ്പുരാൻ്റെ ടീസർ കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു ടീസറിന് വേണ്ടി ഒരു ഫാൻ ഷോ വയ്ക്കുന്നത്. അപ്പോൾ അത്രയും നല്ല രീതിയിൽ എന്താണ് അത്രയും ആ ഒരു ഒത്തൊരുമയും ആ ഒരു കൂട്ടായ്മയുടെ ഒരു പവർ എന്ന് പറയുന്നില്ല, അത് തന്നെയാണ് ഇതെല്ലാം. ഇങ്ങനെയൊന്നും വേറെ ഒരു നടൻ്റെ ഒരിക്കലും സംഭവിക്കില്ല. അത് മലയാളത്തിലേക്ക് മോളിവുഡിൽ ഇത് ലാലേട്ടന് മാത്രം, അതായത് ലാലേട്ടൻ ഫാൻസിനെ കൊണ്ട് മാത്രം സംഭവിക്കുന്ന ഒന്ന് തന്നെയാണ് ഇതുപോലൊരു റീ റിലീസ്. അതേപോലെ തന്നെ ഒരു തിയേറ്റർ മൊത്തമായിട്ട് എടുത്ത് ഒരു ടീസർ ഫാൻ ഷോ നടത്തുന്ന പറഞ്ഞാൽ അതൊക്കെ ആ ഒരു കാലിബർ ആ ഒരു പവറും ലാലേട്ടൻ ഫാൻസിന് മാത്രമേ ഉള്ളൂ. മറ്റ് ചിലർ അത് കണ്ട് പഠിക്കണം എന്താണ് ലാലേട്ടൻ്റെ ഫാൻസ് പവർ എന്നുള്ളത്. അതിന് ഒരിക്കലും ആരെക്കൊണ്ടും ബീറ്റ് ചെയ്യാൻ പറ്റാത്ത എന്താണ് അൺഡിസ്പ്യൂട്ടഡ് കിങ് ആണ് ഏട്ടൻ. അത് തന്നെയാണ് ഇത് പറയാനുള്ളത്. പിന്നെ ആശീർവാദ് സിനിമാസിൻ്റെ 25ാം വാർഷികമാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ചാണ് ഇന്ന് നേരം കളിച്ച ലൈഫ് ടൈം എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. 2005 ഇറങ്ങിയ സമയത്ത് തിയേറ്ററിൽ പോയി കണ്ടായിരുന്നു, ഇപ്പോഴും കണ്ടായിരുന്നു. അപ്പോൾ രണ്ട് കാലഘട്ടത്തിനും കാണുമ്പോഴത്തേക്കും ഉണ്ടാവുന്ന ഒരു ഓറ ഉണ്ടല്ലോ ലാലേട്ടൻ. അത് തന്നെയാണ് മെയിനായിട്ടുള്ളത്. വേറെ ഒന്നും പറയില്ല. നല്ല രസം. എൻ്റെ പൊന്നോ, ലാലേട്ടൻ്റെ ഈ നരൻ പടം അല്ലെങ്കിൽ നമ്മൾ ടി വിയിൽ കാണുമ്പോൾ പോലും നമുക്കൊരു ഭയങ്കര രോമാഞ്ചമാണ്. അപ്പോഴത്തേക്കും നമുക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ആ പാട്ടും കാര്യങ്ങളും ഓരോ പാട്ടും ലാലേട്ടൻ്റെ ഓരോ മാസ് സീൻസും ആക്ഷനും പിന്നെ അതിലുള്ള കുറേ ക്ലാസിക് സീൻസ് ഉണ്ടല്ലോ, ഇമോഷൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ നമ്മൾ അത് തിയേറ്ററിൽ നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഉറപ്പായിട്ട് നമുക്ക് ഈ പറഞ്ഞ പോലെ നമുക്കൊരു എന്ന് പറയട്ടെ, നമുക്ക് ഈ പടം ഞാൻ ഒരു കൊച്ചിയിലെ തിയേറ്ററിൽ പോയി കണ്ടതാണ്. ഇപ്പോഴും എനിക്ക് ആ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴത്തേക്ക് എനിക്ക് അതായത് ഞാൻ 100 തവണ ടി വിയിലും കണ്ടതാണ്, അല്ലാതെ നമ്മൾ യൂട്യൂബിലായാലും പല വീഡിയോ കണ്ടത്. പക്ഷേ തിയേറ്ററിൽ ഇപ്പോഴും കണ്ടപ്പോഴൊന്നുമില്ല ആ ഒരു ഫീല് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര ആവേശമായിരുന്നു. തിയേറ്ററിലെല്ലാം ഓരോ സീനും നമുക്ക് ആവേശമായിരുന്നു. അതായത് ഈ സിനിമ എന്ന് വെച്ചാൽ നമുക്കിപ്പം ഒരു പുലിമുരുകൻ പോലെ നമുക്ക് ഫുൾ ഓൺ ആക്ഷൻ അല്ലല്ലോ. അപ്പോൾ നമുക്ക് ലാലേട്ട ആ ഒരു ആക്ഷൻ വരുന്ന സീൻസും ലാലേട്ട കാര്യങ്ങളും വരുമ്പോഴേ നമ്മൾ ഒരു ക്ലാസ് സീൻസ് വരുമ്പോൾ നമ്മൾ ആ ഒരു ഇമോഷനിൽ നമ്മൾ പെട്ടുപോകുന്നുണ്ട്.
അതായത് നമ്മൾ ലാലേട്ടൻ്റെ ഒരു ആക്ഷൻ സീൻസ് വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു എൻജോയ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ലാലേട്ടൻ്റെ ഇമോഷൻ സീൻസ് വരുമ്പോൾ നമ്മൾ അത്രയും നമ്മൾ അതിലോട്ടാവുന്നുണ്ട്. മൊത്തത്തിൽ ഈ സിനിമയോട് നമ്മൾ പൂർണ്ണമായിട്ടും തിയേറ്ററിൽ കണ്ടവരെല്ലാം ഈ സിനിമയോട് പൂർണ്ണമായിട്ടും അങ്ങ് ലയിച്ചിരുന്നു പോയി. അതായത് ഓരോ സീൻസിനും എന്താണ് റിയാക്ഷൻ കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ അത് ഈ പടത്തിലൂടെ വന്നിട്ടുണ്ട്. എനിക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഈ പടം സത്യം പറഞ്ഞാൽ നല്ല രീതിയിൽ റിലീസ് ചെയ്തെങ്കിൽ നല്ല ആഗ്രഹം ഉണ്ടെന്ന് തോന്നിപ്പോയി. നല്ലൊരു പടമായിരുന്നു.